നമസ്തേ. ഞാനിന്ന് നിൽക്കുന്ന പള്ളിമുക്കത്ത് ക്ഷേത്രത്തിൻ്റെ സന്നിധിയിലാണ്. അവിടുത്തെ തിരുമേനി അവിടുത്തെ ഐതിഹ്യത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. പറഞ്ഞോട്ടെ. കൊടുങ്ങല്ലൂർ ആചാരമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടുത്തെ പൂജാവിധാനങ്ങളെല്ലാം തന്നെ. കൊടുങ്ങല്ലൂർ 1200 വർഷത്തോളം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. ഞാൻ ഇവിടുത്തെ ഇപ്പോൾ ശാന്തി ഗീതാഞ്ജലിയുടെ 13ാമത്തെ തലമുറയിൽപ്പെട്ട ആളാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ ഒരു ആൾ കൊടുങ്ങല്ലൂർ പോയി ഭജന ഇരിക്കുകയും അവിടുന്ന് ഭഗവതിയുടെ സാന്നിധ്യം ഇവിടത്തേക്ക് ഉണ്ടാവണമെന്ന് അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം ഇവിടെ വന്നതായിട്ടാണ് ഐതിഹ്യം. ഏറാട്ട് കുടുംബത്തിലെ കാരണവരായിരുന്നു ആ മഹാസിദ്ധൻ എന്ന് പറയുന്ന യോഗേശ്വരനായിട്ട് ഇപ്പോൾ നിലകൊള്ളുന്നത്. അദ്ദേഹത്തിന് ആവശ്യപ്രകാരം മീനത്തിലെ ഭരണനാൾ വെളുപ്പിനെ ഭഗവതിയുടെ എത്തിക്കൊള്ളാമെന്നും അങ്ങനെയാണ് ഇവിടുത്തെ പള്ളിവിളക്കിൻ്റെ ആവിർഭാവവും. പിന്നെ കുംഭത്തിലെ ഭരണി മുതൽ മീനത്തിലെ ഭരണി വരെയാണ് ഇവിടുത്തെ പ്രധാന ആട്ടവിശേഷം. അതിൽ പടയണിക്കാണ് പ്രാധാന്യം. 28 ദിവസത്തെ പടയണിയായിരുന്നു. ഇപ്പം അത് കാലത്തിൻ്റെ ഇത് മാറ്റം കാരണം മീനത്തിലെ രേവതി നാളിൽ വലിയ പടയണിയും ബാക്കി ദിവസങ്ങളിൽ പടയണിയുടെ ചൂട്ടുവെപ്പും അതിൻ്റെ ഇതുമായിട്ട് ഇങ്ങനെ പോകുന്നു. നമസ്തേ. ഇത്രയും കാര്യങ്ങളൊന്ന് തിരുവേനി പറഞ്ഞു തന്നുകൊണ്ട് നമുക്കിതിനെക്കുറിച്ച് വലിയ മഹാഭാഗ്യമാണ്. കാരണം ഇവിടുത്തെ ഒരു കുംഭത്തിലെ ഭരണിക്ക് പൊങ്കാലയും ആൾപ്പിണ്ടി എഴുന്നള്ളത്തും ഉണ്ടല്ലേ. വഴിപാടും അയിരൂർ പുതിയാവിലെ പോലെ തന്നെ ക്ഷേത്രത്തിന്റെ ഞാൻ എടുത്തു. നമസ്തേ നമസ്തേ നമസ്തേ. എന്തായാലും നിങ്ങൾക്കെല്ലാം ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തെക്കുറിച്ച് തിരുമേനിയുടെ വാക്കുകൾ കേൾക്കാൻ പറ്റിയത് നമുക്ക് മഹാഭാഗ്യം. ഇവിടെ ഒരു അമ്പലക്കുളമൊക്കെ ഉണ്ട്. അതിനപ്പുറത്ത് ഇവിടെ നമ്മുടെ നാഗത്തിൻ്റെ ഒരു ചെടിയാണ്. ഓക്കെ, നാഗഗന്ധി. അതൊരു വലിയ വിശേഷപ്പെട്ട ചെടിയാണ്. ഇനിപ്പുറത്ത് നമുക്ക് അശോകം കാണാൻ സാധിക്കും. ഉണ്ട്. അതാണ് നാഗഗന്ധി. ഈ പ്രകൃതി സീനുകൾ നിങ്ങൾക്കൊന്ന് പങ്കുവയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് വിചാരിച്ചതല്ല, പക്ഷേ അതിനുള്ള ഭാഗ്യം ഇവിടുത്തെ അമ്മ തന്നു. പള്ളിമുക്കത്ത് ദേവീക്ഷേത്രത്തിൻ്റെ അങ്കണത്തിൽ കിഴക്കേ നടയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അശോകം കാണിച്ചു. അതിൻ്റെ സ്റ്റേജും കലാപരിപാടി വളരെ വിശേഷപ്പെട്ട ഉത്സവങ്ങളാണ് ഇവിടെ നടക്കുന്നത്. കൊടുങ്ങല്ലൂർ അമ്മയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. 8 കരക്കാരുടെ വകയാണ് ഈ ക്ഷേത്രം. അവർ എല്ലാവരും ഉത്സാഹിച്ച് സപ്താഹങ്ങളൊക്കെ നടത്തി വേണ്ട രീതിയിൽ ഇതെല്ലാം തെക്കേ നടയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇനിയിപ്പം കാവിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാവൊക്കെ വളരെ ഭംഗിയായിട്ട് ഇരിക്കുന്നത് കൊണ്ട് ഇവിടെ നിൽക്കുമ്പം നല്ല കൂളിങ്, എയർ കൂളിങ് പോലെയാണ്. ഇവിടെ ക്ഷമനതയുണ്ട്. പടിഞ്ഞാറ് വശത്തോടെ പ്രദക്ഷിണം വെച്ച് പോരുന്നു. വടക്ക് കിഴക്കായിട്ടാണ് ശിവ സാന്നിധ്യം കുടികൊള്ളുന്നത്. അവിടെയാണ് മഹാദേവന്
ഇതിൻ്റെ പ്രതിഷ്ഠ. ഇത്രയും ഈ പ്രകൃതി രമണീയമായ ഈ സ്ഥലത്ത് അമ്മ അധിവസിക്കുന്നു. നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോ പങ്കുവയ്ക്കാൻ സാധിച്ചത് എൻ്റെ മഹാഭാഗ്യം. എനിക്ക് അമ്മയെ തൊഴാനുള്ള ഒരു ഭാഗ്യവും അമ്മയിൽ നിന്ന് എനിക്ക് തന്നു. മറ്റൊരു വീഡിയോയിൽ നാളെ കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നമസ്തേ.